നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റെടുത്ത വ്യാപാര വിപണന വിതരണ മേഖലകളിൽ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ഇനിയും പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടവരും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഉദ്ദേശിച്ച പോലെ തന്നെ വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുകയും അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശം ചിന്തിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ആധുനിക സംവിധാനത്തോടു കൂടിയതായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. നീതിന്യായങ്ങൾ അവലംബിക്കുന്നത് വഴി ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അസ്വാരസ്യങ്ങൾ തോന്നുമെങ്കിൽ പോലും ഭാവിയിലെ സുരക്ഷിതത്വമുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കാൻ യോഗമുണ്ട്. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. വൈവിധ്യമാർന്ന വിഷയങ്ങളെ ഏറ്റെടുക്കുന്നതിനാൽ മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോഴും പണം കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിഭാഗിക ചിന്തകൾ ഒഴിവാക്കി സമത്വ ചിന്തതയോടുകൂടിയതായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. സകല കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾക്ക് മനസ്സിന് തൃപ്തികരമല്ലാത്തത് കൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ മേലധികാരികളെ ധരിപ്പിക്കുവാനും അതിൽ നിന്നും വിട്ടു നിൽക്കുവാനും സാധ്യത കാണുന്നു. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പാഠ്യപദ്ധതി സമർപ്പിക്കുന്നതിന് പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളുണ്ടാവാം. എന്നാൽ അന്തിമമായിട്ട് സമർപ്പിക്കുന്നതിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കാൻ യോഗം കാണുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നവീകരിക്കുവാൻ തീരുമാനിക്കാൻ സാധ്യത കാണുന്നു. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും യോഗം കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നു. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും തൃപ്തികരമായിട്ടുള്ള ഒരു ജോലി ആയിരുന്നില്ല കഴിഞ്ഞ 3-4 മാസമായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു മാസത്തിൽ 2ാമത്തെ പകുതിയിൽ ഭേദപ്പെട്ട ജോലി ലഭിക്കുവാനോ മറ്റു ചിലർക്ക് നിലവിലുള്ള രാജ്യത്ത് നിന്നും മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലി അന്വേഷിച്ചു പോകുവാനോ സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വളരെ ഏറ്റവും നല്ല നിലയിലുള്ള ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും വളരെ നല്ല നിലയിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഒരു ധ്രുവീകരണത്തിന് തയ്യാറാകുവാനും ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുവാനും സാധ്യതയുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ
പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാനായിട്ടും അവലംബിക്കുവാനുമായിട്ടും വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം തേടുവാനും അവസരമുണ്ടായിത്തീരും. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായി തീരുവാനിടയുണ്ട്. മക്കളുടെ പാഠ്യവിഷയത്തിനോട് ബന്ധപ്പെട്ടും വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും വേണ്ടി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ആരാധനാലയ ദർശനത്തിനും പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുവാൻ അവസരം വന്നു ചേരും. സ്വന്തം കഴിവും പ്രാപ്തിയും അവസരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പണം മുതൽ മുടക്കിയാൽ അത്ര തന്നെ നേട്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ, ഭരണ സംവിധാനങ്ങൾ എന്നിവ ഏറ്റെടുക്കുവാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്കുള്ള യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെക്കുവാനും മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാനും സാധ്യതയുണ്ട്. പ്രകൃതിക്ഷോഭത്താൽ കാർഷികമായിട്ടുള്ള മേഖലകളിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തക്കവണ്ണം ഭൂമി അന്വേഷിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായത് കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതും അവലംബിക്കുന്നതും മേലധികാരികൾക്ക് പൂർണ്ണ തൃപ്തിയില്ലെങ്കിൽ പോലും ഉടമസ്ഥർക്ക് തൃപ്തികരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒരു പ്രത്യേക താല്പര്യപ്രകാരം ഒരു സ്ഥാനക്കയറ്റത്തിന് പോലും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഒരുപക്ഷെ ദീർഘകാല ചർച്ചയിലൂടെ ആയിരിക്കും അതിനൊരു പൂർണ്ണരൂപം ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള തൊഴിലും ജീവിതവും നയിക്കാൻ തക്കവണ്ണമുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകളും ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരും. ഉപരിപഠനത്തിനോട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ജോലി വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പലവിധത്തിലുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ഉദ്ദേശശുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം ദീർഘകാലത്തേക്ക് ഏതു പ്രകാരത്തിലും ഗുണകരമായി തീരും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ലോക്യമായി തീരുവാനിടയുണ്ട്. എന്നാൽ എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അഹംഭാവം ഒഴിവാക്കി വിനയത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിലുപരി വിജയവും അനുഭവവും ഉണ്ടായിത്തീരുവാനും ജൂൺ മാസത്തിൽ മകൻ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.